8ാം ശമ്പള കമ്മീഷൻ നടപടികൾ വേഗത്തിലാകുന്നുവെന്ന റിപ്പോർട്ടുകൾ. പുതിയ ശമ്പള പരിഷ്കരണത്തിലെ ഏറ്റവും നിർണായകമായ ഫിറ്റ്മെന്റ് ഫാക്ടറിലെ മാറ്റങ്ങളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എല്ലാ ജീവനക്കാർക്കും ഒരേ നിരക്കിലാണോ ഇത് നടപ്പിലാക്കുക എന്നതിലും ചർച്ചകൾ സജീവം. 8ാം ശമ്പള കമ്മീഷൻ നടപടികൾ വേഗത്തിലാക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഏറെ ആശ്വാസം നൽകുന്ന വാർത്ത. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി അധ്യക്ഷയായ സമിതി 18 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോഴുള്ള പ്രതീക്ഷകൾ. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കായി ഉറ്റുനോക്കുകയാണ്. ഫിറ്റ്മെന്റ് ഫാക്ടറിലെ പ്രധാന മാറ്റങ്ങൾ തന്നെയാണ് പുതിയ ശമ്പള പരിഷ്കരണത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം. ശമ്പളം നിശ്ചയിക്കുന്നതിനായി നിലവിലെ അടിസ്ഥാന ശമ്പളത്തെ ഗുണിക്കുന്ന സംഖ്യയാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. ഇത് എത്രയായിരിക്കും എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഉറ്റുനോക്കുന്നുണ്ട്. പ്രതീക്ഷിക്കപ്പെടുന്ന നിരക്കുകളുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ 1.92 മുതൽ 2.86 വരെ ആകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. അതായത് 7ാം ശമ്പള കമ്മീഷനിൽ 2.57 ഫിറ്റ്മെന്റ് ഫാക്ടർ പ്രകാരം കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപ എന്ന നിലയിലായിരുന്നു. എന്നാൽ 8ാം ശമ്പള കമ്മീഷന്റെ പരിഷ്കരണത്തിലൂടെ 32,400 രൂപ മുതൽ 51,000 രൂപ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി എല്ലാ ജീവനക്കാർക്കും ഒരേ നിരക്കിലാണോ ശമ്പളം കൂട്ടുക എന്നതിനും ചർച്ചകൾ നടക്കുകയാണ്. ജീവനക്കാർക്ക് ശമ്പളത്തട്ടുകൾക്കനുസരിച്ച് വ്യത്യസ്ത നിരക്കിലായിരിക്കും ഫിറ്റ്മെന്റ് ഫാക്ടർ നടപ്പിലാക്കുക. ഇതിൽ എല്ലാവർക്കും ഒരേ ഫിറ്റ്മെന്റ് ഫാക്ടർ നൽകുന്ന രീതിയാണ് കണ്ടുപോകുന്നത്. പക്ഷേ ഇത് ലളിതമാണെങ്കിലും ഉയർന്ന ശമ്പളക്കാർക്കാണ് ഇത് കൂടുതൽ ഗുണം ചെയ്യുക. കൂടുതൽ സാമ്പത്തിക നേട്ടം ഇവർക്ക് നൽകും. നിലവിൽ പെൻഷൻകാർക്കും ഇതിൽ വലിയ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്. കാരണം ലക്ഷക്കണക്കിന് പെൻഷൻകാർക്കും ഇത് വലിയൊരു ആശ്വാസമാകും. അതായത് 9,000 രൂപ മിനിമം പെൻഷൻ വാങ്ങുന്നവർക്ക് ഫിറ്റ്മെന്റ് ഫാക്ടർ ഉൾപ്പെടുമ്പോൾ, അതായത് 2.86 എന്ന കണക്കായാൽ അത് 25,740 രൂപയായി വർദ്ധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഫിറ്റ്മെന്റ് ഫാക്ടർ വലിയൊരു ഗുണം തന്നെയാണ് 8ാം ശമ്പള കമ്മീഷൻ വരുമ്പോൾ നടപ്പിലാകാൻ പോകുന്നത്. 22,450 രൂപ അടിസ്ഥാന പെൻഷൻ വാങ്ങുന്നവർക്കാകട്ടെ 2.86 ഫിറ്റ്മെന്റ് ഫാക്ടറിൽ നിന്ന് 64,207 രൂപ വരെ ലഭിച്ചേക്കാം. 61,550 രൂപ അടിസ്ഥാന പെൻഷൻ വാങ്ങുന്ന സീനിയർ ഓഫീസർ തലത്തിലുള്ളവർക്കാകട്ടെ 2.86 ഫിറ്റ്മെന്റ് ഫാക്ടറിൽ നിന്ന് 1,76,033 രൂപ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കണക്കുകൂട്ടലുണ്ട്. വ്യത്യസ്ത രീതി പ്രകാരം വിവിധ ശമ്പള തട്ടുകൾക്കായി വ്യത്യസ്ത ഫിറ്റ്മെന്റ് ഫാക്ടറുകൾ നൽകുകയാണ് ചെയ്യുന്നത്. എന്തായാലും വരുന്ന റിപ്പോർട്ടുകളും കണക്കുകളും അനുസരിച്ച് ദീപാവലി ഉത്സവ സീസണിൽ പരിഷ്കരിച്ച ശമ്പളം നൽകിയേക്കുമെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.